പാല കെ.എം.മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ആധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം ഏർപ്പെടുത്തി. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.79 കോടി രൂപ വിനിയോഗിച്ചാണ് വിപണിയിൽ ലഭ്യമായ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഡിജിറ്റൽ എക്സ്റേ മെഷീൻ ഇവിടെ സ്ഥാപിച്ചത്. 2 സെക്കൻഡ് കൊണ്ട് മികവാർന്ന എക്സ്റേ ചിത്രങ്ങൾ ലഭ്യമാകുമെന്നതാണ് ഈ ഉപകരണത്തിന്റെ പ്രത്യേകത. റോബോട്ടിക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി സാംസങ് കമ്പനി നിർമ്മിച്ച ഉപകരണം ഫുള്ളി ഓട്ടോമേറ്റഡ് റിമോട്ട് കൺട്രോൾ സിസ്റ്റം അനുസരിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു എക്സ്റേ ഉപകരണം സ്ഥാപിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാനും മാനേജിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ തോമസ് പീറ്റർ പറഞ്ഞു. പാല ജനറൽ ആശുപത്രിയിൽ അത്യാധുനിക രീതിയിലുള്ള എക്സ്റേ മെഷീൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ ആണ്. അതിന് ഏതാണ്ട് 1,79,00,000 രൂപയാണ് ചെലവ് മുനിസിപ്പാലിറ്റിക്ക് വന്നിരിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ മറ്റ് ആശുപത്രികളിൽ എൻ്റെ അറിവിൽ ഇതൊരു ആശുപത്രി ഇല്ല എന്നാണ്. ഇത്രയും പുതിയ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു എക്സ്റേ മെഷീൻ മറ്റ് ഒരു സ്ഥലങ്ങളിലും ഇല്ല. ഇപ്പോൾ ഇവിടെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിരീക്ഷണത്തിനായിട്ട് ഞങ്ങൾ വന്നതാണ്. താമസിയാതെ അടുത്ത ആഴ്ച ഇതൊരു ഇനാഗ്രേഷൻ ഉദ്ഘാടന കർമ്മം നടക്കും. നമ്മുടെ പെരുമാറ്റച്ചട്ടമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടന കർമ്മം നടക്കും. ദിനം പ്രതി ഏതാണ്ട് 1000-ഓളം രോഗികൾക്ക് എക്സ്റേ എടുക്കുവാൻ ഇവിടെ നിന്ന് സാധിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അത് അങ്ങേയറ്റം ക്ലാരിറ്റിയുള്ള വളരെ നല്ല എക്സ്റേ ആണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇത് പാലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ ഈ പാലാ പ്രദേശത്ത് നിന്ന്, പാലാ മുനിസിപ്പാലിറ്റി മാത്രമല്ല ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള രോഗികൾക്ക്, പ്രത്യേകിച്ച് നിർദ്ധനരായ രോഗികൾക്ക് അവരുടെ എക്സ്റേ എടുക്കുന്നതിനും അവർക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനൊക്കെ വളരെയധികം ഇത് സാധിക്കും എന്ന കാര്യം യാതൊരു സംശയവുമില്ല. ഔപചാരികമായ ഉദ്ഘാടനം അടുത്ത ആഴ്ച നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുൻ ചെയർമാൻ ആന്റോ പടിഞ്ഞാറക്കര, മാനേജിംഗ് കമ്മിറ്റി അംഗം ജേസൺ മാന്തോട്ടം എന്നിവരും ചെയർമാനോടൊപ്പം ഉണ്ടായിരുന്നു.